നിങ്ങളൊക്കെ ആരാ? സെർവൻസാ. ഈ ജോലിക്കാരെയൊക്കെ നീ അതിനിടയ്ക്ക് ഏർപ്പാട് ചെയ്തോ? അമ്മ എന്താ ഈ പറയുന്നേ? ഇത്രയും വലിയ വീട്ടില് നമ്മൾ താമസിക്കുമ്പോ പിന്നെ സെർവൻസ് വേണ്ടേ? ഇനി അച്ഛനും അമ്മയും ഒരു ജോലിയും ചെയ്യണ്ട. പിന്നെ നീ ചെയ്യോ? അയ്യോ അമ്മ, അതിനല്ലേ ഇവരെ നിയമിച്ചിരിക്കുന്നേ. ആ എന്നാ പിന്നെ നിങ്ങൾ നേരം കളയണ്ട. ആദ്യം ഈ വീടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്ക്. എല്ലാം വൃത്തിയോടാക്കിയിട്ട് പോയിരിക്കുക. അത് കഴിഞ്ഞ് മതി വെപ്പും കൊടിയൊക്കെ. നിങ്ങൾ ചെല്ല്. ശരി. രാജു, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സർപ്രൈസാ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നെ. ആഹാ, നിങ്ങളെന്താ ഇങ്ങനെ നിക്കുന്നേ? ഇവിടെ ഇരിക്കേ. എന്താ ഇരിക്കാൻ പേടിയാണോ? ഇത് ഇനി മുതൽ നമ്മുടെ മോന്റെ വീടാ, നമ്മുടെ സ്വന്തം വീട്. ഇവിടെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ വീടൊക്കെ ഒന്ന് കണ്ടോട്ടെ, എന്നിട്ടിരിക്കാം. ആദ്യം ഈ ക്ഷീണമൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് ഈ വീടൊക്കെ ഒന്ന് നോക്കാം. അല്ലെങ്കിൽ തന്നെ ഈ വീടിന് നോക്കാൻ എന്തിരിക്കുന്നു? നമ്മൾ ഇനി ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പോവല്ലേ. അപ്പൊ എപ്പോ വേണമെങ്കിലും മുറികളൊക്കെ കയറി കാണാലോ. പണ്ടൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. നമ്മൾ എന്താഗ്രഹിച്ചാലും അതൊക്കെ നേടിത്തരുന്ന ഒരു സഹോദരൻ. ആ ആഗ്രഹം വെറുതെ ആയില്ല എന്ന് കരുതി നീ ഒരുപാടൊന്നും ആഗ്രഹിക്കണ്ടോ. നീ ആഗ്രഹിച്ചു മോളെ. നിന്റെ കെട്ടിയോ നിനക്ക് ഒന്നും നേടി തന്നില്ലെങ്കിലും ഇപ്പൊ എന്റെ മോൻ വിചാരിച്ച എന്താഗ്രഹവും നടക്കും. രാജു, ഞാനൊരാഗ്രഹം പറഞ്ഞോട്ടെ. എന്താ, നിനക്ക് ചന്ദ്രനെ വേണോ? അതെന്റെ മോനെ കൊണ്ട് പറ്റില്ല. അതിന് നിന്റെ കെട്ടിയവനോട് തന്നെ പറയണം. അതൊന്നും അല്ല അച്ഛാ. പിന്നെ രാജു, എനിക്ക് ജീവിതത്തിലെ ഒരു തവണയെങ്കിലും ഫ്ലൈറ്റിൽ കയറണം. ഒറ്റ തവണ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ അതെനിക്ക് സാധിച്ചു തരൂ പ്ലീസ്. ചേച്ചി സങ്കടപ്പെടണ്ട. ചേച്ചിയുടെ ആഗ്രഹം ഞാൻ സാധിച്ചുതരും. ഒടുവിൽ നീ പറ്റിക്കരുത്. ഇല്ല ചേച്ചി, ചേച്ചിക്ക് ഒരു തവണ ഫ്ലൈറ്റിൽ കയറണമെന്നല്ലേ ആഗ്രഹമുള്ളൂ. എന്നാ ഞാൻ വാക്ക് തരുന്നു, ചേച്ചിക്ക് കൊതി തീരുന്നവരെ ഫ്ലൈറ്റിൽ കയറാനുള്ള അവസരം ഞാൻ ഒരുക്കി തരും. ഒന്ന് പോടാ. സത്യോ ചേച്ചി ഞാൻ പറയുന്ന. എന്റെ പേരിലേ സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്. പ്രൈവറ്റ് ജെറ്റോ? അതേന്നേ. സത്യം? അതെ ചേച്ചി, സത്യം. ഞാൻ ഉറപ്പായും ചേച്ചി ഫ്ലൈറ്റിൽ കൊണ്ടുപോകും. എന്റെ കൃഷ്ണ, ഞാൻ എന്തൊക്കെയാ കേക്കുന്നേ?